ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഓട്ടോമിക് ട്രാവൽ. ഇത് നമ്മുടെ കയ്യിലുള്ളത് എയ്തറിൻ്റെ റിസ്ത എന്ന് പറയുന്ന ഒരു മോഡലാണ്. അതിൻ്റെ ഇസഡ് വേരിയൻ്റാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇസഡ് വേരിയൻറ്റിൽ രണ്ട് വേരിയൻറ്റ് വരുന്നുണ്ട്. ഒരെണ്ണം 123 കിലോമീറ്റർ ഐ ഡി സി റേഞ്ച് പറയുന്നതും ഒരെണ്ണം 159 കിലോമീറ്റർ ഐ ഡി സി റേഞ്ച് പറയുന്നത്. എന്തിനാണ് നമ്മുടെ കയ്യിലുള്ളത് 123 കിലോമീറ്റർ ഐ ഡി സി റേഞ്ച് പറയുന്ന റിസ്ത ഇസഡ് വേരിയൻ്റാണ്. റിസ്തയുടെ പെർഫോമൻസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പീക്ക് പവർ വരുന്നത് 4.3 കിലോ വാട്ടും ഇതിൻ്റെ പീക്ക് ടോർക്ക് വരുന്നത് 22 Nm ടോർക്കുമാണ്. ടോപ്പ് സ്പീഡ് വരുമ്പോൾ 80 km/h ആണ്. സോ ഗ്രേഡബിലിറ്റി 15 ഡിഗ്രിയും ഉണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് PMSM മോട്ടാണ്. അപ്പോൾ പെർഫോമൻസ് വൈസിൽ വളരെയധികം അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളാണ് റിസ്തയിലേക്ക് എയ്തർ കൊടുത്തത്. റിസ്തയിലേക്ക് ആകർഷിക്കുന്ന മറ്റൊരു ഫീച്ചറാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. 34 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നതും പിന്നെ ഇതിൻ്റെ ലോങ് സീറ്റും പിന്നെ വൈഡ് പില്ലിയൻ ബാക്ക് റെസ്റ്റുമാണ്. അപ്പോൾ ഏതൊരു ലോങ് യാത്ര പോയി കഴിഞ്ഞാലും റൈഡറിനോ പില്ലിയൻ റൈഡറിനോ നമുക്ക് ഒട്ടും അടുപ്പില്ലാണ്ട് നമുക്ക് അത്യാവശ്യം യാത്രകളൊക്കെ സിമ്പിളായിട്ട് ചെയ്യാം. റിസ്തയുടെ മറ്റ് ഫീച്ചേഴ്സാണ് റിവേഴ്സ് മോഡ് വരുന്നത്, പിന്നെ അതുപോലെ മാജിക് ട്വിസ്റ്റ് വരുന്നുണ്ട്, ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്, പിന്നെ ഇതിൽ 2 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. ഒരെണ്ണം സിപ്പ് മോഡും വരുന്നുണ്ട്, ഒരെണ്ണം സ്മാർട്ട് എക്കോ വരുന്നുണ്ട്. സിപ്പ് മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് പെർഫോമൻസിലൊക്കെ ഓടിക്കുമ്പോഴാണ് സിപ്പ് മോഡ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് മൈലേജ് ഓടിയിട്ട് ഓടിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് സ്മാർട്ട് എക്കോ മോഡ് ഇടുക. അപ്പോൾ ഈ 2 മോഡും നമുക്ക് ഈ വണ്ടിയിൽ അവൈലബിൾ ആണ്. റിസ്തയുടെ കീ സാധാരണ മെക്കാനിക്കൽ കീ തന്നെയാണ്, ഇതിൽ സ്മാർട്ട് കീ ഒന്നും വരുന്നില്ല. കീ ഓണാക്കുമ്പോൾ തന്നെ നമുക്ക് 7 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ, നല്ല DPO ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ടച്ച് അല്ല, പക്ഷേ ടച്ചിന് പകരം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു സ്റ്റിക്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്കിപ്പോൾ സ്റ്റാർട്ട് ബട്ടണും മോഡ് ബട്ടണും പിന്നെ അതുപോലെ റിവേഴ്സ് ബട്ടണൊക്കെ റൈറ്റ് സൈഡിലുള്ളത്. ലെഫ്റ്റിൽ നമുക്ക് സ്റ്റിക്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുമ്പോൾ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ സ്ലോട്ട് വരുന്നത് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ തന്നെയാണ് റിസ്തയിൽ എയ്തർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ബ്ലൂടൂത്ത് വരുന്നുണ്ട്, നാവിഗേഷൻ വരുന്നുണ്ട്, അലക്സ ഇൻബിൽഡ് വരുന്നുണ്ട്, വാട്സാപ്പ് വരുന്നുണ്ട്. അങ്ങനെ കോമൺലി വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ റിസ്തയിലും അവൈലബിൾ ആണ്. ലെഫ്റ്റ് സൈഡിലുള്ള ഹാൻഡിനോട് ചേർന്നിട്ടാണ് ജോയിസ്റ്റിക്ക് വന്നത്. അതുവഴിയിട്ടാണ് നമുക്ക് ഡിസ്പ്ലേയിൽ ഈ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഡിസ്പ്ലേയുടെ മുകളിലൊക്കെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ, പിന്നെ മോട്ടോർ ഓഫ് ആണെങ്കിൽ അത് കാണിക്കും, ബ്ലൂടൂത്ത്, നെറ്റ്വർക്ക്, റേഞ്ച്, പിന്നെ താഴെ മോഡൊക്കെ നമുക്ക് ഡിസ്പ്ലേയിൽ ഇതുപോലെയാണ് നമുക്ക് വിസിബിൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്വിച്ചബിൾ തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. റിസ്തയുടെ ടെയിൽ ലൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ LED ഇൻഡിക്കേറ്റർ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടും പിന്നെ അതുപോലെ ഹെഡ് ലൈറ്റ് നോക്കുകയാണെങ്കിൽ LED പൊസിഷൻ ലാമ്പ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഡേ ടൈം ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും നല്ലൊരു വിസിബിലിറ്റി തരാനായിട്ട് ഈ വണ്ടിക്ക് സിമ്പിളായിട്ട് പറ്റും. റിസ്തയുടെ വീൽ സിസ്റ്റത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 ഇഞ്ചിൻ്റെ അലോയ് വീലാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനും ബാക്കിൽ മോണോ സസ്പെൻഷനുമാണ് വരുന്നത്. ബ്രേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് മെക്കാനിസവും വരുന്നുണ്ട്, ബാക്കിൽ ഡ്രം ബ്രേക്ക് മെക്കാനിസവുമാണ് റിസ്തയിൽ നമുക്ക് അവൈലബിൾ. നിങ്ങൾ ആരെങ്കിലും ഒരു EV സ്കൂട്ടർ പ്രത്യേകിച്ച് ഫാമിലി പർപ്പസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് റിസ്തയാണ് അതിൽ ഏറ്റവും മികച്ച ഓപ്ഷൻ. കാരണം എന്തുകൊണ്ടും ഒരു ഫാമിലിക്ക് കംഫർട്ടായിട്ടൊരു വണ്ടിയും കൂടി